സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. പാപമില്ലാത്തവൻ ഒരുവൻ മാത്രമാണ്. ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്തവൻ ആരാണ്? നമ്മുടെ യേശു കർത്താവ്. എന്നിൽ പാപമുണ്ട് എന്ന് നിങ്ങളിൽ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടിയില്ല. അവനെ അന്യായമായിട്ടാണ് വിധിച്ചത്, അവനെ അന്യായമായിട്ടാണ് കുറ്റം ആരോപിച്ചത്. എന്നാൽ അവന്റെ വായിൽ കപടമില്ല, അവനിൽ പാപമില്ലായിരുന്നു. അവനെ ന്യായവിസ്താരം ചെയ്ത പീലാത്തോസ്, ആ ന്യായാധിപൻ, യേശുവിനെ വിസ്തരിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നേയില്ല. പാപമില്ലാത്തവൻ, പാപത്തിൽ ചേരാതെ വേർതിരിക്കപ്പെട്ട് നിന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഉയരത്തിൽ നിന്ന് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. എല്ലാ വിഷയങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടപ്പോഴും പാപം ഇല്ലാതെ നിന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവന് പാപികളെ രക്ഷിക്കുവാൻ കഴിയും. പാപികൾക്ക് വേണ്ടി തന്റെ രക്തത്തെ പ്രായശ്ചിത്തമായിട്ട് കൊടുത്ത ദൈവമാണ്. നിന്റെ ദൈവം എങ്ങനെയുള്ളവനാകുന്നു എന്ന് നീ അറിഞ്ഞാൽ നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് നീ മനസ്സിലാക്കാനിടയാകും. നീ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവം എത്ര വലിയവനാണെന്ന് നീ അറിഞ്ഞാൽ അത്ര ഒരു വലിയ മഹത്വത്തെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാം. നിന്റെ ദൈവം ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. വെണ്മയെന്ന് പറഞ്ഞാൽ വെളുപ്പ്. എന്റെ ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. എന്റെ ദൈവം ചുവപ്പുള്ളവനാണ്. അവൻ തന്റെ ജീവരക്തം തന്ന് എന്നെ സ്നേഹിച്ച ഉന്നതനായ ദൈവമാകുന്നു. വിശുദ്ധിയും സ്നേഹവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാൻ ബുദ്ധിമുട്ടാണ്. വിശുദ്ധി തീർച്ചയായും പാലിക്കും, ഒരിക്കലും അശുദ്ധിയെ അംഗീകരിക്കുകയില്ല. സ്നേഹമെന്നത് സഹിക്കും, ക്ഷമിക്കും, ആശ്വസിപ്പിക്കും. ഇവിടെ യേശുവിന് വെല്ലുവിളിയായി മാറിയത് അതാകുന്നു. അവിടെ വിശുദ്ധനായിരിക്കുന്ന ദൈവം അവളെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി പറയണം. എന്നാൽ സ്നേഹവാനായ ദൈവം അവളെ കല്ലെറിയാൻ പാടില്ല എന്ന് പറയണം. എന്നാൽ അവൻ എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. ആദ്യം എല്ലാവരും ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. ആരാണ് പാപമില്ലാത്തവൻ? അവൻ എവിടെയുണ്ട് ഇപ്പോൾ? ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആർക്കിപ്പോൾ അധികാരമുണ്ട്? ആർക്കുണ്ട്? പരിശുദ്ധനായ ദൈവം അവളെ കല്ലെറിഞ്ഞ് കൊന്നോ? യേശു മാത്രം അവിടെ നിന്നു. ആ സ്ത്രീ മധ്യയിൽ നിൽക്കുകയും ചെയ്തു. ഒരു നിമിഷം ഈ ദൃശ്യം ചിന്തിക്കുക. അവളെ കുറ്റം വിധിച്ച എല്ലാ വ്യക്തികളും, അവളെ കല്ലെറിയുവാൻ കൊല്ലുവാൻ വന്ന എല്ലാവരും കടന്നുപോയി. ഇവളെന്തുകൊണ്ട് പോയില്ല? ഇവൾക്ക് പതിയെ പോകാമായിരുന്നല്ലോ. എന്താണ്? ഇപ്പോൾ അവിടെ ചുറ്റും കുറ്റം വിധിച്ചവർ ആരും തന്നെ അവിടെ ഇല്ലല്ലോ. അവൾ പറയുകയാണ്, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യയാകുന്നു. തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തെറ്റുകളെ പൊറുക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കമാണ്. അത് എപ്പോഴാണ്? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുകയാണെങ്കിൽ അവൻ ക്ഷമിക്കുവാൻ വിശ്വസ്തനാകുന്നു. ഇപ്പോൾ ആരും ക്ഷമയാചിക്കത്തില്ല. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മറച്ചു വെക്കാൻ പാടില്ല. യേശുവിന്റെ അടുക്കൽ ചെന്ന് എന്താണ് പറയേണ്ടത്? എന്റെ നോട്ടം ശരിയല്ലേ കർത്താവേ, എന്റെ ചിന്തകൾ ശരിയല്ലേ കർത്താവേ, എന്റെ സംസാരം ശരിയല്ല, എന്റെ മനസ്സ് ശരിയല്ല കർത്താവേ, ഞാൻ മോഷണം ചെയ്തിട്ടുണ്ട്, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ദൈവമേ, ഞാൻ വിശുദ്ധനായ കള്ളനാണ് ദൈവമേ. എന്താണ് വിശുദ്ധനായ കള്ളനോ? ചർച്ചിൽ ചില വിശുദ്ധന്മാരായ കള്ളന്മാരുണ്ടെന്നാണ്. ഇവർ ബൈബിളും ചെരുപ്പും ഒക്കെ അടിച്ചു മാറ്റുന്ന വ്യക്തികളാണ്. ദൈവസന്നിധിയിൽ വലിയ കള്ളന്മാരും ചെറിയ കള്ളന്മാരും എന്നുള്ള യാതൊരു വ്യത്യാസവും അവിടെയില്ല. ദൈവസന്നിധിയിൽ ചെയ്ത പാപം ഏറ്റുപറയുകയാണെങ്കിൽ പരിഹാരം ലഭിക്കും. ഇവളിവിടെ ഏറ്റുപറഞ്ഞു, ഞാൻ പാപിനിയായ ഒരു സ്ത്രീയാണ്, ഞാൻ വ്യഭിചാരം ചെയ്തവളാണ്, എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം അർഹതയുള്ളവളാണ്, ആ ശിക്ഷ ഏൽക്കാൻ ഞാൻ യോഗ്യയാണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. യേശു കർത്താവ് ശിക്ഷിക്കുവാൻ യോഗ്യനായവൻ, അവൾ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യയാണെന്ന് ഏറ്റുപറഞ്ഞു. 10-ാം വാക്യം, യേശു നിവർന്നു അവളോട്, സ്ത്രീയേ
എന്താണ് വിളിച്ചത്? വ്യഭിചാരി, ഒന്നിനും കൊള്ളാത്തവളെ, ദുഷ്ടയായവളെ, കുടുംബം നശിപ്പിക്കുന്നവളെ, നീചയായവളെ, ദുർമാർഗിയായവളെ, നശിച്ചവളെ. ഇപ്പോൾ വരെയും എല്ലാവരും അവളെ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അവളെ എല്ലാവരും ചീത്ത വിളിച്ചത്. ഇവൾ ദുഷ്ടയാകുന്നു, ഇവൾ നശിച്ചവളാണ്, ഇവൾ കുടുംബം തകർക്കുന്നവളാണ്, നീചയായവളാണ്. ഒരുപക്ഷെ സ്വന്തം വയറ്റിൽ പിറന്ന ഒരു കുഞ്ഞുണ്ടെങ്കിലും ഒരു വേശ്യ അമ്മയെന്ന് വിളിക്കുമോ? ഛീ, നിന്നെപ്പോലെ ഒരുവളുടെ വയറ്റിൽ വന്ന് ഞാൻ പിറന്നല്ലോ എന്ന് പറയുമായിരുന്നു. എന്നാൽ ആ വാക്കുകൾ യേശുക്രിസ്തു വിളിച്ച ആ സമയത്ത്, സ്ത്രീയേ, ആ വിളി, അതിൽ ആശ്വാസമുണ്ട്, ക്ഷമയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്. നോക്കൂ, പാപം ചെയ്തു കഴിഞ്ഞാൽ നീ കർത്താവിന്റെ അടുക്കൽ വരുവാൻ മടിച്ചു നിൽക്കേണ്ടതില്ല, ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, അവനിൽ നിന്ന് അകന്നു മാറി രക്ഷപ്പെടാൻ ശ്രമിക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. ദാവീദ് പാപം ചെയ്യാനിടയായി. അവൻ അതിനുശേഷം എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ എന്നെ അടിച്ചാലും ശരി, അവൻ എന്റെ മുറിവുകളെ കെട്ടും. അവൻ എന്നെ ശിക്ഷിച്ചാലും ശരി, അവൻ എന്നോട് ദയ കാണിക്കും. നിങ്ങൾ ഏതു തെറ്റു ചെയ്താലും, എത്ര പ്രാവശ്യം തെറ്റു ചെയ്താലും എവിടേക്കാണ് പോകേണ്ടത്? ചിലരാണെങ്കിൽ ഒരു 3-4 മാസം ചർച്ച ക്രമമായിട്ട് വരും, പിന്നെ വരികയില്ല. അതെന്താണ് വരാത്തത്? സഭയിൽ വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇനി ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കും. നീ ആയിരിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങ് പോരാൻ ഞാൻ പറയും. എന്താണ്? നീ ആയിരിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങോട്ട് പോരുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിച്ചാൽ നിനക്കെന്താണ്? ദാനിയേൽ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കാൽ ഞങ്ങൾ ലജ്ജിക്കേണ്ടത് തന്നെയെന്ന്. കർത്താവ് പറയുന്നു, നാണമില്ലാത്ത ജാതിയെ നിർണയം പാലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് വേഗത്തിൽ വന്നവന്റെ പാദത്തിൽ വീഴുക. മനുഷ്യൻ എന്തെല്ലാം പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും ദൈവം ക്ഷമിക്കും എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്ന രീതിയിൽ തന്നെ അവന്റെ അടുക്കലേക്ക് വരേണ്ടതാണ്. എന്താണ്? ആയിരിക്കുന്നത് പോലെ നാം വരണം. ഒരുവന് പനി പിടിക്കാനിടയായി. 2-3 ദിവസമായിട്ട് താടിയൊന്നും പഠിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവനോട് പറയുകയാണ്, എടാ, നിനക്ക് ഒരുപാട് പനിയുണ്ട്, നമുക്ക് ഡോക്ടറിൻ്റെ അടുക്ക് പോകാം. അപ്പോൾ അവൻ പറയുകയാണ്, എടാ, ഞാൻ 3 ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, താടി വടിച്ചിട്ടില്ല, നല്ലവണ്ണം കുളിച്ചിട്ടില്ല, വിയർപ്പിന്റെ മണം വരുന്നുണ്ട്, അതുകൊണ്ട് പനിയൊക്കെ കുറഞ്ഞിട്ട് കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഡോക്ടറെ കാണാൻ വരാമെന്ന് പറയുന്നു. എന്താണ്? പനി കുറഞ്ഞു കഴിഞ്ഞ് പിന്നെന്തിനാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? എപ്പോഴാണ് വരേണ്ടത്? ഞാൻ കുറച്ച് മദ്യപിക്കും, ആ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ചർച്ചിലേക്ക് വരാമെന്ന് ചില ആളുകൾ പറയും. എന്താണ്? ചില കാര്യങ്ങൾ ക്രമപ്പെടുത്താനുണ്ട്, അത് കഴിഞ്ഞിട്ട് സഭയിലേക്ക് വരാമെന്ന് പറയുന്നു. ജീവിതം നന്നാക്കാനാണ് സഭയിലേക്ക് വരേണ്ടത്. ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികളെ അന്വേഷിച്ചാണ് വന്നത് എന്ന് കർത്താവ് പറയുവാനിടയായി. എന്താണ്? ഒരുത്തൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകാനിടയായി. അവിടെ ചെന്നിട്ട് നിനക്കെന്താണ് അസുഖം, നിനക്കെന്താണ് അസുഖം, നിനക്കെന്താണ് അസുഖം, അങ്ങനെ കിടക്കയിൽ കിടന്ന് എല്ലാവരോടും ചോദിച്ചു പോയിട്ട് അവസാനം പറയുകയാണ്, ഒന്നിനും കൊള്ളാത്തൊരു ഹോസ്പിറ്റലിൽ ഇവിടെയുള്ള എല്ലാവർക്കും അസുഖമാണ് എന്ന്. ഹോസ്പിറ്റലിൽ അസുഖമില്ലാത്തവരാണ് വരുന്നത്, രോഗികളല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ്? രോഗം തീർന്ന പിന്നെ ഡിസ്ചാർജ് ആയി പോവുകയില്ലേ? രോഗമുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഹോസ്പിറ്റൽ ആവുകയുള്ളൂ. എന്താണ്? രോഗമില്ലാത്ത എല്ലാ ആളുകളെയും പിടിച്ചിരുത്തി ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. എന്താ ഹോസ്പിറ്റലാണത്? ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികളും വിശുദ്ധർ അല്ല, വിശുദ്ധരായി ജീവിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നിൽ ബലഹീനത ഇപ്പോഴുമുണ്ട്, ഇപ്പോഴും എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല, എന്റെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ല, ഇപ്പോഴും എന്നിൽ കോപമുണ്ട്, എന്നിൽ കുറച്ച് അസൂയയുണ്ട്, ഇപ്പോഴും എന്നിൽ തെറ്റായ വിചാരങ്ങളുണ്ട്. ഇവയിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. അവന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടണം, അവന്റെ വചനത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം, അവന്റെ സന്നിധിയിൽ എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് എനിക്ക് ക്ഷമ പ്രാപിച്ചെടുക്കണം. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ തന്നെ വരൂ. അവൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവം അല്ല. നീ കുളിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്നവൻ പറയില്ല. എന്താണ്? നിന്നിൽ പാപത്തിന്റെ ദുർഗന്ധമുണ്ടെങ്കിലും കർത്താവിന്റെ പാദപീഠത്തിൽ നീ വന്നാൽ അവൻ നിന്നെ സ്നേഹിക്കും. മുടിയനായ പുത്രന് ബോധം വന്നിട്ട് പിതാവിന്റെ അടുക്കലേക്ക് വന്നു. അവൻ പന്നികളെ തീറ്റുകയായിരുന്നു. പന്നികളെ തീറ്റുന്നതായ വ്യക്തിയുടെ അടുക്കൽ നിന്ന് എങ്ങനെയുള്ള വാസനയായിരിക്കും? വലിയ ദുർഗന്ധമായിരിക്കും ഉണ്ടാകുന്നത്. അറിയാമോ? അങ്ങനെയുള്ള ദുർഗന്ധം വമിക്കുകയാണ്. കഴിക്കുവാൻ ഭക്ഷണമില്ല, താടി വടിച്ചിട്ടില്ല, പാരിപ്പറഞ്ഞ തലമുടി, മുഷിഞ്ഞ വേഷധാരണം,
എന്നാൽ പിതാവിനെ നോക്കൂ, അവൻ വലിയ ധനവാനാണ്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു, അവൻ പിതാവാണ്. എന്നാൽ മുടിയനായ പുത്രൻ കടന്നു വന്നപ്പോൾ, നീ വൃത്തിയായിട്ട് വന്നാൽ ഞാൻ നിന്നെ ആലിംഗനം ചെയ്യാമെന്ന് പറഞ്ഞു. അവനെ ആശ്ലേഷിച്ചുകൊണ്ട് ദുർഗന്ധം വന്നെങ്കിലും അവനെ കെട്ടിപ്പിടിച്ചു. അവനോട് വാത്സല്യത്തോടെ അഴുക്കളൊക്കെ അവന്റെ വസ്ത്രത്തിൽ പുരണ്ടിട്ടും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതാണ് നമ്മുടെ യേശുക്രിസ്തു ചെയ്യുന്നത്. നിന്നെ കണ്ടിട്ട് പാപിയാണെന്ന് പറഞ്ഞ് നിന്നെ വെറുക്കുന്നവനല്ല, അവൻ പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആരാണവൻ? പാപികളെ സ്നേഹിക്കുന്നവൻ, ദരിദ്രന്മാരുടെ സ്നേഹിതൻ, ദൗർഭാഗ്യവന്മാരുടെ സ്നേഹിതൻ. നശിച്ചു പോകുന്നവരെ രക്ഷിപ്പാനാണ് ഞാൻ വന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ വരുവാൻ മനുഷ്യർ അനേകർ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തോട് നേരെ സംസാരിക്കുവാൻ കഴിയും. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഞാൻ ഒരുവനാണ്. അതാണോ ഞങ്ങളുടെ പാസ്റ്റർ? ആണോ? അല്ല. ആരാണവൻ? യേശു കർത്താവ്. അവങ്കിലേക്ക് നിനക്ക് നേരെ ചെല്ലാൻ കഴിയും. ആരും നിന്നെ തടയുകയില്ല. കർത്താവിന്റെ അടുക്കൽ പോകാൻ ഒരു ദേവദാസന്റെ ആവശ്യം ഇല്ല. നീ ഏത് മൂലയ്ക്കിരുന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാലും, നീ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിച്ചാലും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ ആവശ്യങ്ങൾ നേടിത്തരികയും ചെയ്യും. കർത്താവിന്റെ അടുക്കലേക്ക് വരിക. പാപിയാണെന്ന് പറഞ്ഞ് ലജ്ജിക്കേണ്ട കാര്യമില്ല. പാപം ചെയ്യുന്നത് തെറ്റാണ്. ചെയ്ത പാപം ഏറ്റുപറയുന്നില്ല എങ്കിൽ അതാണ് വലിയ തെറ്റെന്ന് പറയാനിടയായി. തെറ്റിനെ മൂടിവെക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നാം എന്താണപ്പോൾ ചെയ്യുന്നത്? മറ്റൊരു തെറ്റ് ചെയ്യും, മറ്റൊരു തെറ്റ് ചെയ്യും, വീണ്ടും ഒരു തെറ്റ് ചെയ്യും. ദാവീദ് വ്യഭിചാരം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു. അത് മറച്ചുവെക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവളുടെ ഭർത്താവിനെ കൊന്നു. അത് മറച്ചുവെക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഭക്തനായിട്ട് നടിച്ചു. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ വ്യഭിചാരികളെ സ്നേഹിക്കുന്നു, മദ്യപന്മാരെ സ്നേഹിക്കുന്നു. വീണ്ടും 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 അവനെ മുറിപ്പെടുത്തുന്ന ആളുകളെ അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും 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 ഓരോരോ അവസരങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവളെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? നിനക്കു ആരും ശിക്ഷ വിധിച്ചില്ലയോ? അവരെല്ലാം എവിടെ പോയി? ആരും നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ മുതിർന്നില്ലയോ? ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? അപ്പോൾ അവർ എന്താണ് പറയുന്നത്? നോക്കുക, അവളെന്താണ് പറയുന്നത് ഇവിടെ? ഇല്ല കർത്താവേ. പരീശന്മാരും ശാസ്ത്രിമാരുമൊക്കെ വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ എന്തു പറഞ്ഞെന്നറിയാമോ? ഗുരു എന്നാണ് വിളിച്ചത്. എന്നാൽ ഇവിടെ എന്താണ് വിളിക്കുന്നത്? കർത്താവേ എന്നാണ്. എൻ്റെ കർത്താവ്, എൻ്റെ രാജാവ്, എൻ്റെ രക്ഷകൻ, എന്നെ സ്നേഹിക്കുന്നവൻ, എനിക്ക് വേണ്ടി ജീവൻ നൽകിയവൻ, എന്നെ കരുതുന്നവൻ, എന്നോട് ദയ കാണിക്കുന്നവൻ, യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കണം. യേശുവിനെ പോലെ ഉള്ള ഒരു കർത്താവ് മറ്റൊരുവനും ഇല്ല. ഈ കർത്താവിനെ നിന്റെ കർത്താവായി നീ എടുക്കുകയാണെങ്കിൽ, എപ്പോഴാണോ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത്, എപ്പോഴാണോ അവരുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചത്, അവൾ പറയുന്നു, ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്, നിന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞോ. 11-ാം വാക്യം നോക്കൂ. യേശു പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിന്റെ ശിക്ഷ ഞാൻ വഹിച്ചുകൊള്ളാം. യേശുക്രിസ്തു നിന്നോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ, നിന്റെ 10,000 രൂപ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ, ആ 10,000 രൂപ ആർക്കാണ് നഷ്ടം? നിനക്കാണോ എനിക്കാണോ? എനിക്കാകുന്നു. അതായത് ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ശിക്ഷ ഞാൻ വഹിക്കുന്നു എന്നാണ് അർത്ഥം. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ശിക്ഷ ഞാൻ വഹിക്കാം. നിന്റെ മുഖത്ത് വീഴേണ്ടതായിരിക്കുന്ന തുപ്പലുകൾ ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. നീ ഊരിന് വെളിയിലേക്ക് പോയിട്ട് വഹിക്കേണ്ടതായ ശിക്ഷ ഞാൻ തള്ളപ്പെട്ടിട്ട് ശിക്ഷ അനുഭവിച്ചു കൊള്ളാം. നിന്നെ ഊരിന് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കൊന്നു കളയേണ്ടതാണ് ഞാൻ നിനക്ക് വേണ്ടി ഊരിന് വെളിയിലേക്ക് പോയി ആ കാൽവരിയിൽ മരണപ്പെടാം. നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ ശിക്ഷ ഞാൻ വഹിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യമാകുന്നതായ ഒരേ ഒരു ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും
ഒരുപോലെ ആയിരിക്കുന്നവൻ. അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ള സകല ആളുകൾക്കു വേണ്ടിയും എല്ലാ പാപങ്ങൾക്കും വേണ്ടിയും അവൻ ഒറ്റ പ്രാവശ്യമായിട്ട് ക്രൂശിൽ യാഗമായി തീർന്നു. അതായത് നീ ജനിക്കുന്നതിന് മുൻപേ നിന്റെ പാപത്തിന് വേണ്ടി അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ രക്ഷ ഒരുക്കിയിരുന്നു. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ അവൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. അവൻ എന്താണ് ചെയ്തത്? സൗഖ്യപ്പെടുത്തി. എന്താണ് ചെയ്തത്? സമാധാനം കൊടുത്തു. എന്താണ് ചെയ്തത്? ക്ഷമിക്കുവാനിടയായി. ഒരിക്കലും യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ആരും തന്നെ വെറുതെ മടങ്ങിപ്പോയിട്ടില്ല. കണ്ണുനീരോടുകൂടി വന്നു, സന്തോഷത്തോടുകൂടി പോയി. ദുഃഖത്തോടുകൂടി വന്നു, ആശ്വാസത്തോടുകൂടി പോയി. രോഗത്തോടുകൂടി വന്നു, സൗഖ്യത്തോടുകൂടി പോയി. സങ്കടത്തോടുകൂടി വന്നു, ആനന്ദത്തോടുകൂടി പോയി. ദുഃഖത്തോടെ വേദനയോടെ വന്നു, സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി പോയി. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. നിന്റെ രോഗം മാറിപ്പോകട്ടെ, നിന്റെ ദുഃഖം തീർന്നു പോകട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. എത്ര നല്ലവനായ ദൈവമാണ്! നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാമെന്ന് പറയുന്നു. പശ്ചാത്തപിച്ചാൽ നിന്നോട് ക്ഷമിക്കാമെന്ന് പറയുന്നു. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോക, ഇനി പാപം ചെയ്യരുത്. പാപം ചെയ്യരുത്. ഇത് വളരെ പ്രധാനമാണ്. കർത്താവ് ഒരു തവണ ക്ഷമിച്ചതിന് ശേഷം വീണ്ടും നാം പോയിട്ട് ആ പാപം ചെയ്യാൻ പാടില്ല. 38 വർഷമായിട്ട് ബെഥെസ്ദ കുളത്തിനരികിൽ കിടന്ന ആളിനോട് കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്നാണ്. 38 വർഷമായി ഒരേ കിടപ്പിൽ കിടന്ന അവന്റെ ശരീരം എങ്ങനെയായിരിക്കും? അവനെ ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ കർത്താവിന്റെ വാക്ക് കേട്ട് കിടക്കയെടുത്ത് നടന്നു. അതിനുശേഷം അവനെ എവിടെ വെച്ചാണ് കാണാൻ കഴിഞ്ഞത്? അറിയില്ലേ? സിനിമാ ഹാളിൽ വെച്ചാണോ? ചന്തയിൽ വെച്ചാണോ? ഷോപ്പിംഗ് മാളിലോ? എവിടെ വെച്ചാണ്? ദൈവാലയത്തിൽ വെച്ച്. സൗഖ്യം പ്രാപിച്ചവൻ എവിടേക്ക് പോകണം? ക്ഷമിക്കപ്പെട്ടവർ എവിടെ പോകണം? മാനസാന്തരപ്പെട്ടവർ എവിടേക്ക് പോകണം? പിന്നെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ദൈവമക്കളുമായി കൂട്ടായ്മയിലായിരിക്കണം. ദേവാലയത്തിലായിരുന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതാ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഇനിയും ദോഷം നിനക്ക് വരാതിരിക്കാൻ ഇനിയും നീ പാപം ചെയ്യരുത്. നോക്കി, ഈ കാലത്ത് അനേകർ ക്ഷമിക്കപ്പെടുന്നു, വീണ്ടും പാപത്തിലേക്ക് വീഴുന്നു. ഇതിനി വേണ്ട എനിക്ക്, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ വഴക്കുണ്ടാക്കില്ല, ഇനി ഞാൻ ഈ പാപം ചെയ്യില്ല എന്നു നീ പറഞ്ഞിട്ട് വീണ്ടും പോയി അതുതന്നെ ചെയ്താൽ വിസർജ്യത്തിലേക്ക് തിരിയുന്ന നായ്ക്കും നിനക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിട്ടുകളഞ്ഞ കാര്യങ്ങളെ നാം വീണ്ടും ചേർക്കുവാൻ പാടില്ല. കഴുകപ്പെട്ടതായ പന്നി അഴുക്കിലേക്ക് പോകുന്നത് പോലെ രക്ഷ ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 48 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 48 വർഷങ്ങൾക്കിടയ്ക്ക് ഒരുപാട് തവണ പാപത്തിൽ വീഴുകയും പിന്നെ ക്ഷമ പ്രാപിക്കുകയും വീണ്ടും വീഴുകയും വീണ്ടും എഴുന്നേൽക്കുകയും അങ്ങനെ കുറച്ചുനാൾ ലോകത്തിലേക്ക് പോകും. അങ്ങനെയൊന്നുമില്ല. 1985 ഫെബ്രുവരി 15 ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഈ ദിവസം വരെയും ഞാൻ യേശുവിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നു. കാരണം എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു. കർത്താവ് അതെല്ലാം എന്നോട് ക്ഷമിച്ചു. വീണ്ടും പാപത്തോടുള്ള ആശയും ലോകത്തോടുള്ള ആശയും എനിക്കില്ല. എത്ര പ്രാവശ്യമാണ് മാനസാന്തരപ്പെടുന്നത്? ഇന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. ആ സഭയിൽ വെച്ചാണ് ഞാൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടത്. എന്നാൽ ഞാൻ വീണുപോയി. ആണോ മോളെ, ഞങ്ങളുടെ സഭ നല്ല സഭയാണ്, ഇവിടെ വന്ന് മോള് സ്നാനപ്പെട്ടോളൂ. അങ്ങനെ സ്നാനപ്പെട്ട് 3 മാസം ഈ സഭയിൽ പോയി. പിന്നെയാണ് മനസ്സിലായി ഈ സഭയെക്കാട്ടി നല്ലത് മറ്റേ സഭയാണെന്ന്. വീണ്ടും ആ ദേവദാസിന്റെ അടുക്കലേക്ക് പോകാനിടയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പാസ്റ്ററുടെ അടുക്കൽ പോയി. എന്താണ്? പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് 7 വീടുകളിൽ പോകുന്നത് പോലെ ഈ കാലത്ത് വിശ്വാസികൾ ഒരുപാട് സഭകളിൽ കറങ്ങുകയാണ്. അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാർ ഒരുപാട് പേർ കണ്ടിരിക്കും, എന്നാൽ പിതാക്കന്മാർ ഏറെയില്ല. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. എവിടെ വെച്ചാണോ നീ മാനസാന്തരപ്പെട്ടിട്ട് രക്ഷപ്രാപിച്ച് സ്നാനപ്പെട്ട് വിശ്വാസിയായി പോകുന്നത്, അവിടെ തന്നെ നീ തുടർന്നു പോവുക. ആരോ പറഞ്ഞു ഞങ്ങളുടെ സഭ നല്ലതല്ല എന്ന്. നല്ലതല്ല എങ്കിൽ നീ നല്ലതായിരുന്നു കൊണ്ട് നീ ചുറ്റുമുള്ള വ്യക്തികൾക്ക് നല്ല വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കൂ. ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥന ഇല്ലെന്ന് പറയുന്നു. നീ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അതല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ പോവുകയാണെങ്കിൽ അവസാനം എവിടെ പോകണമെന്ന് അറിയാൻ കഴിയാതെ പാതാളത്തിലേക്ക് പോകാനിടയാകും. എന്താണ്? ഇടയന്മാരെയൊക്കെ വഴിതെറ്റിച്ചിട്ട് അവർ പർവ്വതങ്ങൾ ചുറ്റി നടന്നിട്ട് അവസാനം പോകേണ്ടതായ വഴി അവർ മറന്നുപോയി എന്ന് വചനത്തിൽ പറയുന്നു. ഇവിടെ മേയുന്ന ഒരു ആട്ടിൻകുട്ടിക്ക്
അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവിടെ നല്ല പച്ചപ്പായിട്ട് കാണാൻ കഴിയും. അവിടെ ചെന്നിട്ട് ഇനിയും കുറെ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ നല്ല പച്ചപ്പായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ആ മലയിലേക്ക് ഈ മലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം എവിടേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്? എവിടെ പോകണമെന്നറിയാതെ നശിച്ചു പോകുവാൻ ഇടയാകും. ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെട്ടതിന് ശേഷം പാപം ചെയ്യുവാൻ ഇടയാകരുത്. അബദ്ധവശാൽ പാപം ചെയ്താൽ പെട്ടെന്ന് ഏറ്റുപറയൂ, താമസിക്കരുത്, നീട്ടിവെക്കരുത്, പശ്ചാത്തപിക്കൂ, അനുദപിക്കുക. അനുതാപത്തോളം ഉള്ളതായ ഒരു മരുന്ന് മറ്റൊന്നും ഇല്ല. നീ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിനക്ക് സമാധാനം ലഭിക്കും, നിന്റെ രോഗങ്ങൾ മാറിപ്പോകും, നിനക്ക് പാപത്തിൽ ജയം നേടാൻ കഴിയും, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും, കർത്താവിന്റെ കൂട്ടായ്മ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സ്ത്രീ തന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു. തുടർന്നുള്ള അധ്യായം വായിക്കുമ്പോൾ അവളാണ് മഗ്ദലക്കാരത്തി മറിയ എന്ന് നമുക്കറിയാൻ കഴിയും. പിന്നീട് അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവന്റെ സാക്ഷിയായി ജീവിച്ചു. ഇന്ന് കാൽവരി ദർശനം പ്രോഗ്രാം കാണുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾ സമാധാനം ഉള്ളവരായി ജീവിക്കണം. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കണം. അവൻ്റെ മകളായിട്ട്, അവൻ്റെ മകനായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, എൻ്റെ പ്രസംഗം കേൾക്കാൻ എത്ര ആളുകൾ വന്നു എന്നതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, മറിച്ച് എത്ര ആളുകളെ യേശുവിനെ പോലെയാക്കുവാൻ കഴിഞ്ഞു, പരിപൂർണരാക്കി മാറ്റുവാൻ കഴിഞ്ഞു, വിശുദ്ധരാക്കി മാറ്റുവാൻ കഴിഞ്ഞു. 3 വർഷമായിട്ട് രാവും പകലും നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് ചില സഭകളോട് അവൻ പറഞ്ഞു. ഈ കാലത്ത് നോക്കുക, വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്ന ഇടയന്മാരെ കാണുന്നില്ല. ശരിയായ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട്, മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോകുന്നു, നമ്മുടെ ഹൃദയങ്ങൾ ഉറച്ചു പോകുന്നു. വീണ്ടും 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 പാപം ചെയ്തിട്ട് അവസാനം ആർക്കും മാറ്റുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നാം വീണു പോകുന്നു. ഈ ദിവസം കർത്താവിനോട് ചോദിക്കാം, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും പാപം, എന്തെങ്കിലും പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് ചെറുതാണെങ്കിലും വലിയ പാപമാണെങ്കിലും, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത എല്ലാ പാപവും, ന്യായവിധി സമയത്ത് ചില പാപങ്ങൾ മുൻപിൽ നടക്കുമെന്നാണ് പറയുന്നത്, ചില പാപങ്ങൾ പിറകിൽ നടക്കുമെന്നാണ്. മദ്യം കുടിക്കുന്നവനെ മദ്യപാനിയാണെന്ന് നമുക്കറിയാൻ കഴിയും, അത് മുൻപിൽ നടക്കുന്ന പാപം. ചിലർ പരസ്യമായി തെറ്റ് ചെയ്യുന്നവരുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ആ പാപങ്ങൾ മുൻപിൽ നടക്കുന്നതാണ്. എന്നാൽ ചിലർക്ക് രഹസ്യമായ പാപങ്ങളുണ്ട്, ഇരുട്ടിൽ ചെയ്യുന്ന പാപങ്ങൾ ഉണ്ട്, ഏകാന്തമായി ചെയ്യുന്ന പാപങ്ങളുണ്ട്, മൂന്നാമതൊരാൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങളുണ്ട്. ആ പാപങ്ങളെല്ലാം പിറകിൽ നിന്ന് നിന്റെ അടുത്തേക്ക് വരും. ആ പാപങ്ങൾ നിങ്ങളെ പിടിക്കുന്നതിന് മുൻപേ എന്താണ് വേദപുസ്തകം പറയുന്നത്? പാപം നിങ്ങളെ ഉമ്മവിക്കുമെന്നാണ് പറയുന്നത്, കരുണ കാണിക്കുമെന്നാണ് പറയുന്നത്. എന്താണ്? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ പിടിക്കും, വെളിയിൽ വരാനിടയാകും. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ പിടിച്ചിട്ട് പരിഹാസം വരുന്നതിന് മുൻപ്, നരകത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ പാപങ്ങളെ നമ്മൾ തന്നെ പിടിച്ച് കർത്താവിൻ്റെ പാദത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ഷമിക്കപ്പെടും. ഞാൻ മനഃപൂർവ്വമായിട്ട് നിന്റെ ദോഷങ്ങളെ തുടച്ചു മാറ്റുകയാണ്, ഇനി ഒരു നാളും ഞാൻ അവയെ ഓർക്കുകയില്ല. എത്ര നല്ല ദൈവമാണ്! ടീച്ചർ ബോർഡിൽ എഴുതുന്ന പാഠങ്ങൾ തുടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബോർഡിൽ കാണാൻ കഴിയുമോ? അവിടെ എന്തെങ്കിലും കാണുമോ? നിന്റെ പാപത്തെ അങ്ങനെ ഞാൻ തുടച്ചു കളയുമെന്നാണ് പറഞ്ഞത്. നിന്റെ പാപങ്ങളെ എൻ്റെ പിറകിൽ ഞാൻ എറിഞ്ഞു കളയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ പാപത്തെ സമുദ്രത്തിന്റെ അഗാധതയിൽ ഞാൻ കൊണ്ടു കളയുമെന്ന് അവൻ പറഞ്ഞു. നമ്മുടെ പാപങ്ങൾ മനുഷ്യർ ഓർക്കുവാൻ ഇടയാകും, അതുപോലെ നമുക്കും പലപ്പോഴും ഓർമ്മയുണ്ടാകും. എന്നാൽ ക്ഷമിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ആ പാപത്തിന്റെ വിഷയങ്ങൾ ഒരിക്കലും നമ്മുടെ കർത്താവ് ഓർക്കില്ല. സ്വർഗത്തിൽ വലിയൊരു ബൈബിൾ ഉണ്ടെന്നാണ്. ഒരു ഭക്തൻ അവിടെ ചെന്നിട്ട് സംശയം വന്ന് ചോദിച്ചു, കർത്താവേ, ഈ ബൈബിളും ഭൂമിയിലെ ബൈബിളും ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ അബ്രഹാം കള്ളം പറഞ്ഞ കാര്യം ഇതിൽ എഴുതിയിട്ടില്ലല്ലോ, ദാവീദ് പാപം ചെയ്ത അധ്യായം ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, പത്രോസിന്റെ ഒറ്റിക്കൊടുത്ത അധ്യായം ഇവിടെ കാണുന്നില്ലല്ലോ. അങ്ങനെ ചില ഭക്തന്മാരുടെ തെറ്റുകുറ്റങ്ങളെ ഇവിടെ കാണിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, അവയെല്ലാം ഞാൻ ക്ഷമിച്ചതാണ്, ഇനിയും ഞാൻ അവയെ ഓർക്കുകയില്ല എന്ന്. ഒരു വ്യക്തിയോട് ക്ഷമിച്ച ശേഷം അവനെ പുതിയ വ്യക്തിയായിട്ടാണ് അവൻ കാണുന്നത്, അല്ലാതെ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു കൊണ്ടുവന്ന് മനുഷ്യരെ പോലെ ചെയ്യുന്നതല്ല ദൈവം. അന്ന് നീ അങ്ങനെ ചെയ്തു, അന്ന് നീ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ദൈവം അല്ല നമ്മുടെ കർത്താവ്. അവൻ നിന്നോട് ക്ഷമിക്കും, മറന്നു പോകും, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യും. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ വചനം വായിക്കുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്നതായ പാപങ്ങൾ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി ഉണരും, പാപങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കും.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാനിടയാകും. ഇവിടെ വെച്ച് അറിയാൻ കഴിയും, വെളിയിൽ പോയാൽ കാണില്ല. ഇവിടെ വെച്ച് നീ ചെയ്തത് തെറ്റാണല്ലോ. അതെ അതെ അതെ. എന്താണ്? എല്ലാവരോടും മനസ്സാക്ഷി ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. യേശുക്രിസ്തു നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട്, അവന്റെ സന്നിധിയിലാണ്. അവന്റെ വചനം വിളിച്ചു പറയുന്നു. എല്ലാ വ്യക്തികളുടെ മനസ്സാക്ഷിയിൽ കൂടി അവരെ ബോധിപ്പിക്കുകയാണ്. മറ്റുള്ളവർ ഓടിപ്പോകാനിടയായി. എന്നാൽ അവിടെ നിന്ന സ്ത്രീക്ക് ക്ഷമ ലഭിച്ചു. ബാക്കിയുള്ളവരും അവിടെ നിന്നിട്ട് എൻ്റെ ജീവിതത്തിന് തെറ്റുപറ്റി, ഞങ്ങളും പാപം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കർത്താവിനോട് പറഞ്ഞാൽ എന്തു പറ്റുമായിരുന്നു? അവരും രക്ഷിക്കപ്പെടുമായിരുന്നു. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടോ? പാപം സമ്മതിച്ചത് കൊണ്ട് മാത്രം രക്ഷിക്കപ്പെടുകയില്ല. പാപം അംഗീകരിച്ചതിന് ശേഷമായി കർത്താവിങ്കിൽ നിന്ന് അവർ ദൂരേക്ക് പോയി. അല്ലാതെ അവിടെ നിന്നിട്ട് കർത്താവിൻ്റെ ക്ഷമാപണം പ്രാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പോവുകയാണോ, അതോ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം ജീവിക്കുമോ? നിങ്ങളുടെ ഇഷ്ടം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൽ പിശാചിൻ്റെ ചിന്തകളുണ്ട് കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ ദുരാലോചനകളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പാപം കൂടുകെട്ടിയിരിക്കുകയാണ് കർത്താവേ. ഇന്നെന്നെ നീ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ മന്ദിരമാക്കി മാറ്റണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വായ് തുറന്ന് പ്രാർത്ഥിക്കാം. നീ എനിക്ക് വേണം കർത്താവേ. നിന്റെ ക്ഷമ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ സഹായം എനിക്ക് വേണം കർത്താവേ. നിന്റെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. നീ ഇല്ല എങ്കിൽ എനിക്ക് വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയില്ല. നീ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ എനിക്ക് ശാന്തി ലഭിക്കില്ല കർത്താവേ. എന്നെ നേരെയാക്കണമേ. എന്നെ രക്ഷിക്കണമേ. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിനക്കെതിരായി ചെയ്ത പാപങ്ങളെയെല്ലാം ക്ഷമിക്കണമേ. എന്നെ സഹായിക്കണമേ. എനിക്ക് രക്ഷ നൽകണമേ. എല്ലാ വ്യക്തികളും വായു തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, എല്ലാവരെയും ഒരിക്കൽ കൂടി ദർശിക്കണമേ. ഓരോരുത്തരും ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് നന്നായി അറിയുന്ന കർത്താവേ, ഞങ്ങളെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഭാവിയെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ പാപങ്ങളെ ക്ഷമിച്ചവനെ നന്ദി കരേറ്റുന്നു. ഇവിടെയായിരിക്കുന്ന ഒരു വ്യക്തി പോലും ക്ഷമിക്കപ്പെടാതെ ഇവിടെ നിന്ന് കടന്നു പോകാനിടയാകരുതേ. സമാധാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകണം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണ്. സമാധാനത്തോടെ പോകൂ. ഇനി മേലിൽ നീ പാപം ചെയ്യരുത് എന്നീ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുമാറാക്കണമേ കർത്താവേ. നിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ ആരെങ്കിലും മദ്യപാനികൾ ഉണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നവരുടെ ഭവനങ്ങളിൽ മദ്യപാനികൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാനികൾക്കും വിടുതൽ നൽകണമേ കർത്താവേ. അവർ ആ മദ്യപാനമെല്ലാം വെറുക്കുന്നതിന് വേണ്ടി അവരുടെ സ്വഭാവത്തെ മാറ്റണമേ. എത്രയോ ആളുകൾ ഇന്ന് ജീവിതത്തിൽ നിരാശരായി കഴിഞ്ഞിട്ട് മരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായ വ്യക്തികൾക്ക് പ്രത്യാശ കൊടുക്കണമേ ദൈവമേ. ഞാൻ മരിക്കില്ല, ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളെ വർണ്ണിക്കും. എൻ്റെ സ്ഥാനത്ത് യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ അവൻ്റെ സാക്ഷിയായി ജീവിക്കും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് കടന്നു പോകാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.